നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ അജുവേട്ടൻ ജയിലിലായതിന്റെ പുറകിലും അവളുണ്ടോന്ന് സംശയിക്ക. വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. ദേ ഇവിടെ നല്ല ചായ കിട്ടും, നമുക്ക് പോയി കുടിക്കാം. വാ. സർ, സാറകത്തുണ്ട്. ഞാൻ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെല്ല്. വാണി, ഞാൻ ചെയ്യുന്നത് എന്റെ കസേര തെറിക്കുന്ന പണിയാ. അതുകൊണ്ട് റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും എന്റെ പേര് പരാമർശിക്കരുത്. അർജുൻ എന്റെ സുഹൃത്താണ്, പക്ഷേ നിയമപരമായി ഇപ്പോൾ പ്രതിസ്ഥാനത്താണ്. അങ്ങനെയുള്ള ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ മീഡിയ പേഴ്സൺ ഒത്താശ ചെയ്തു എന്ന് വന്നാൽ അറിയാലോ. ഷാനവാസ്, തന്റെ പ്രഷർ എനിക്കറിയാം. സാരമില്ല വാണി, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നില്ല. ഓ, അവനത് ഫീൽ ചെയ്തു. ഞാനൊരു പൊതുകാര്യം പറഞ്ഞതാ. ഞാനും ചോറുണ്ണുന്നതല്ലേ, എനിക്കും അരി വാങ്ങണ്ടേ? അതല്ലടോ, ഞാൻ കാരണം ഇനി ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഷാനവാസ് സാർ, ഞാൻ ഉറപ്പ് തരുന്നു, ഒരു തരത്തിലും സാറിന്റെ ഐഡന്റിറ്റി പുറത്തു വിടില്ല. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടിയല്ല. ആ ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വേണ്ടിയാ. ഇനി ചാനലിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഏത് സഹായവും ഞാൻ ചെയ്യും. ഇത് അപ്ലോഡ് ചെയ്താലുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവാം, പക്ഷെ ജനശ്രദ്ധ കിട്ടും. അതറിയാടോ, ഒരു സോഷ്യൽ അറ്റൻഷൻ കിട്ടുക, അതാണല്ലോ പ്രധാനം. അർജുൻ സാർ എന്താ ഡള്ളായിരിക്കുന്നെ? സന്തോഷായിട്ടിരിക്കുക, എല്ലാം നല്ലതിനാണെന്ന് കരുതൂ. അർജുൻ ഇപ്പോ നല്ല തത്വങ്ങളൊക്കെയാണ് പറയുന്നത്. എടോ അർജുൻ, നാളെ ഒരു സമയത്ത് ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായി മാറും. എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരാ എന്റെ ശക്തി. ഓക്കെ അർജുൻ സാർ, അപ്പൊ നമുക്ക് തുടങ്ങാം. അർജുൻ സാർ പറയുന്നതൊക്കെ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. ഡേറ്റ്, ടൈം എല്ലാം ഗൈഡ് ചെയ്യും. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അർജുൻ സാർ റെഡിയാണല്ലോ? റെഡി. ഇനി പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒരു ദിവസം ഉച്ചയ്ക്കാണ് സ്വാതി എന്നെ കാണാൻ ഓഫീസിൽ വന്നത്. അന്ന് ഞാൻ മാത്രമല്ല അവിടെ ഓഫീസിലുണ്ടായിരുന്നത്, ഒരു ജോർജ് കുട്ടിയും സ്നേഹയും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാതി വന്ന ദിവസം ഓഫീസിൽ ഒരു കേക്ക് മുറിയൊക്കെ നടക്കുമായിരുന്നു. ഞാൻ ജഡ്ജാകാൻ പോകുന്നതിന്റെ സന്തോഷം എന്റെ ജൂനിയേഴ്സ് പങ്കുവച്ചതാ. എന്റെ മനസാക്ഷിയെ 1% പോലും വഞ്ചിക്കാതെ ഞാൻ പറഞ്ഞതാണ്. കൂട്ടിച്ചേർക്കലോ വിട്ടുകളയലോ ഇല്ല, സത്യം മാത്രം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഒരു സിനിമാ കഥ കേൾക്കും പോലെയാണ് ഞാൻ കേട്ടിരുന്നത്. അർജുൻ സാർ ധൈര്യമായിരുന്നോ? ഇത്രയും ശുദ്ധനായ ഒരാളെ മനഃപൂർവ്വം ചതിച്ച സ്വാതിയെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നിർത്തും. അവളുടെ കള്ളം പൊളിച്ചു കാട്ടും. ഞാൻ അർജുനോട് പറഞ്ഞത് ആവർത്തിക്കുന്നു, നിന്നെ ദ്രോഹിച്ചവരെ ശിക്ഷിക്കപ്പെട്ട് ഈ ജയിലിൽ തന്നെ വരുത്തണം. ബാക്കി കണക്ക് ഞാൻ തീർത്തോളാം. അർജുൻ സാർ പുറത്തിറങ്ങും, ഉറപ്പാ. അച്ഛാ, മോളെ, എന്താ മോളെ ഇത്? മാപ്പ് തരണോ അച്ഛാ?
ഒന്നും മനസ്സിലാക്കാതെ അവിവേകത്തോടെ ഞാൻ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛന്റെ മഹത്വവും എന്നോട് അച്ഛനുള്ള കരുതലും ഒക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പ്രിയ എവിടെ അച്ഛാ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. പ്രിയ ഇവിടെ നിർത്തുന്നതിന് അച്ഛന് വ്യക്തമായൊരു കാരണം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ആര് പറഞ്ഞു? നിന്നെ പോലെ എന്നെ മനസ്സിലാക്കിയവരാരുമില്ല. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയയെ ഞാനിവിടെ നിർത്തിയത്. ഇതൊക്കെ അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ന്യായീകരിക്കുന്നതാ. പ്രിയ ഇവിടെ നിർത്തിയതിന്റെ യഥാർത്ഥ സത്യങ്ങൾ അജുവേട്ടൻ പറഞ്ഞറിഞ്ഞപ്പോ എന്റെ മനസ്സിലെ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാനറിയില്ല. അച്ഛനോടുള്ള അപാരമായ സ്നേഹം, അടുത്ത് തിരിച്ചറിയാൻ പറ്റാത്തതിലുള്ള സ്വയം പുച്ഛം, അച്ഛനോട് ദേഷ്യം കാണിച്ചതിലുള്ള പശ്ചാത്താപം ഒക്കെ കൂടി മനസ്സങ്ങ് പൊട്ടിപ്പോവെന്ന് തോന്നി. ആ, പ്രിയ എന്നോട് ഒരുപാട് ന്യായവാദങ്ങൾ നിരത്തി. വളർത്തു ദോഷമാണെന്നും ഒരാളോട് മാത്രം കുറച്ച് സ്നേഹം അധികം കാണിച്ചു എന്നും കുറ്റപ്പെടുത്തി. നന്മയോട് നമ്മൾ സ്നേഹം കാണിക്കുമെന്ന് ഞാൻ തിരിച്ചു പറയാൻ പോയില്ല. അവൾ പറയുന്നതൊക്കെ സമ്മതിച്ച് കുറ്റം ഞാൻ തന്നെ ഏൽക്കുകയായിരുന്നു. അങ്ങനെ സ്വയം കുറ്റമേൽക്കേണ്ടത് എൻ്റെ അത്യാവശ്യമായിരുന്നു, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അവൾ ആവശ്യപ്പെട്ടതുപോലെ അവളെ ഇവിടെ നിർത്തി. അതിനുവേണ്ടി ഞാൻ കുറെ അഭിനയിച്ചു മോളെ. അച്ഛാ, നമ്മളെയൊക്കെ ചതിച്ച് നമ്മളെ കണ്ണീര് കുടിപ്പിച്ച് പല ജീവിതങ്ങളും താറുമാറാക്കി അവളെ. ഒരു ദിവസം ഞാൻ ചുമ്മാതങ്ങ് തിരിച്ചു കയറ്റുമെന്ന് മോള് കരുതിയോ? ഞാനും മനുഷ്യനാണ്. എനിക്കും സാധാരണ മനുഷ്യരെ പോലെ എല്ലാ വികാരങ്ങളും ഉണ്ട്. തെറ്റ് ചെയ്ത ആൾക്ക് മാപ്പ് കൊടുക്കും, പശ്ചാത്തപിക്കാൻ അവസരവും കൊടുക്കും. എന്നിട്ടും തെറ്റ് തുടർന്നാൽ ശിക്ഷയും കൊടുക്കും. നന്നാവാൻ എത്ര അവസരമാണ് ഞാൻ പ്രിയക്ക് കൊടുത്തത്. ഓരോ അവസരവും അടുത്ത കുറ്റം ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനകൾക്കുള്ള സമയമായിരുന്നു അവൾക്ക്. നീ അവളെ എന്തൊക്കെ തരത്തിൽ സഹായിച്ചു. അവസാനം നീയാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛന്റെ മോളായില്ലേ? എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ച് നീ അവിടെ കഴിയാൻ കാരണം പ്രിയ ഒരാളല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനോ മോളെ? ദൈവങ്ങൾക്കറിയാം മോളെ, ദുഷ്ടതകൾ ചെയ്യുന്നവരെ വെറുതെ വിട്ടാൽ അവർ മനുഷ്യകുലത്തിനെ ഭീഷണിയാകുമെന്ന്. പ്രിയയെ വെറുതെ വിട്ടാൽ പലരുടെയും ജീവിതം അവൾ തുലച്ചു കളയും.